എൻ്റെ കാലിൻ്റെ എല്ലൊക്കെ ഒടിഞ്ഞ് ലിഗമെന്റിനൊക്കെ ഇഷ്യൂ ആയിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ അങ്കിളിന് എന്നെ കാണാൻ വരാൻ പറ്റിയില്ല. പൊതുവേ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ അങ്ങനെ ആരെയും കൊണ്ടുവരാറില്ല. എൻ്റെ അത് ഒരു പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണ്. സ്ത്രീകളാണെങ്കിലും കൊണ്ടുവരാറില്ല, പുരുഷന്മാരാണെങ്കിലും ഞാൻ കൊണ്ടുവരാറില്ല. ഭേദമായി ഞാൻ പതുക്കെയൊക്കെ പുറത്ത് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് അങ്കിൾ എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ കുറേ നാളായിട്ട് ഫ്ലാറ്റിൽ മുഷിഞ്ഞിരിക്കില്ല, നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. ശരി അങ്കിളേ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നമുക്ക് പതുക്കെ ഒന്ന് നടക്കാം, പോണ വഴിക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഓട്ടോറിക്ഷ പിടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്കിളോട് ചോദിച്ചു, അങ്കിളെ ഊബർ വിളിക്കണോ ചോദിച്ചു ഞങ്ങളോട്. വേണ്ട മോളെ എന്ന് പറഞ്ഞു. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വീട്ടിൽ, അതായത് 3ാമത്തെ വീട്, ആ വീട്ടിലുള്ള സ്ത്രീ അവിടെ ചെടി നനച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു ഈവനിങ് സമയമാണ്. അവർ എന്നെ തന്നെ കുറേ നേരം നോക്കുന്നു, അങ്കിളിനെയും നോക്കുന്നു, എന്നെ വീണ്ടും നോക്കുന്നു, അങ്കിളിനെയും നോക്കുന്നു. ഞാൻ ഇപ്പോൾ അവരോട് പറഞ്ഞു, അവരുടെ നോട്ടം കണ്ടപ്പോൾ ആരാ, എന്താ, ഏതിനാ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യനാണ് അവരുടെ ഉള്ളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്ത്രീയോട് പരിചയപ്പെടുത്തിയത് എൻ്റെ അങ്കിളാണ് കേട്ടോ, ആൻറ്റി എന്ന് പറഞ്ഞ്, എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിളും സ്വയം പരിചയപ്പെടുത്തി. അപ്പോൾ എന്നോട് അവർ ചോദ്യഭാവത്തിൽ ചോദിച്ചു, ഷിമ്മയുടെ ശരിക്കുള്ള അങ്കിളാണ് അല്ലേ യേശു? ഞാൻ അതെ, എൻ്റെ ശരിക്കുള്ള അങ്കിളാണ്. എനിക്ക് അല്പം ചിരിയൊക്കെ വന്നു. അപ്പോൾ അങ്കിള് പറഞ്ഞു, ഞാൻ കുറേ നാൾ വിദേശത്തായിരുന്നു, എൻ്റെ ഫാമിലിയും ഈ ജസ്റ്റ് അടുത്തിടെയാണ് വന്ന് സെറ്റിലായത്. ഷിമ്മയ്ക്ക് വയ്യാതെ എടുക്കുന്ന സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, ജസ്റ്റ് അവളെ കാണാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ന് പറയും. ഞങ്ങൾ എന്നിട്ട് നടന്നുപോയി. അത് കഴിഞ്ഞു ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി വണ്ടി എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ആ സ്ത്രീ അന്ന് എന്നോട് ചോദിച്ച കഥാപാത്രം ഉണ്ടല്ലോ, അപ്പം ഞാൻ എൻ്റെ വണ്ടി പതുക്കെ എടുത്തിട്ട് അവരുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആൻറ്റി എന്തൊക്കെയുണ്ട് വിശേഷം, കുറേ നാളായല്ലോ കണ്ടിട്ട് എന്ന് ചോദിച്ചു. മോളുണ്ടല്ലോ കൂടെ എന്ന് ചോദിച്ചു. അതെ, മോള് കുറച്ച് നാളായി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ മോളുടെ അടുത്ത് നിൽക്കുന്ന ഒരു പയ്യനുണ്ട്, ഒരു പുരുഷൻ, അയാളെ ഞാൻ ചോദിച്ചു, ചൂണ്ടിക്കാണിച്ചിട്ട് ആരാണ് ആൻറ്റി എന്ന് ചോദിച്ചു. പൊതുവെ എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല, ഞാനങ്ങനെ ചോദിക്കാറില്ല ആരാണ് എന്താണെന്നുള്ള കാര്യം. പക്ഷെ അന്ന് എനിക്ക് ബോധപൂർവം തോന്നി ചോദിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ മകളുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു. മോളുടെ ഹസ്ബൻഡാണോ? സത്യം? ശരിക്കും ഹസ്ബൻഡാണോ അത് മോളുടെ എന്ന് ഞാൻ ആ സ്ത്രീയോട് തിരിച്ചു ചോദിച്ചു. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം ഇപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ മാന്ത എന്നുള്ളതാണ്.